തകർന്നുപോയ തന്റെ താരപദവി തിരിച്ചു പിടിച്ചു വരികയായിരുന്നു നമ്മുടെ മോഹൻലാൽ. ഇതിപ്പോൾ കിട്ടിയതുപോലെ തന്നെ തിരിച്ചു പോകുമെന്നാ തോന്നുന്നേ. നമ്മുടെ പൃഥ്വിരാജും കരുണൊക്കൊന്നും കഷ്ടപ്പെട്ട് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ദേ പോണു തെലുങ്കിലൂടെ നമ്മുടെ ലാലേട്ടൻ. കണ്ണപ്പ എന്ന സിനിമയുടെ അപ്ഡേറ്റിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കാര്യം കണ്ണപ്പയിൽ വലിയ താരനിരൊക്കെ ഉണ്ടെങ്കിലും ടീസറും ട്രെയിലറും ഒക്കെ ഇറങ്ങിയതോടെ ഫുൾ നെഗറ്റീവ് റിവ്യൂസ് ആണ് പുറത്തു വരുന്നത്. അല്ല, അവരെ കുറ്റം പറയാനും പറ്റില്ല. ട്രെയിലർ കണ്ടാൽ മതി സിനിമ എന്താണെന്ന് മനസ്സിലാവാൻ. കഥ മുഴുവൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കണ്ടിടത്തോളം ലാലേട്ടന് ഒരു ഗസ്റ്റ് റോളാണുള്ളത്. സിനിമ തെലുങ്കിലാണെങ്കിലും ടെൻഷൻ മുഴുവൻ ദേ മലയാളികൾക്കാണ്. മലയാളത്തിൽ നിന്ന് നമ്മുടെ മോഹൻലാലിനെയല്ലേ കൊണ്ടുപോയേക്കണേ. തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നൊക്കെ ആയിട്ട് ശരത് കുമാറും കാജൽ അഗർവാളും പ്രഭാസും ഒക്കെ ഉണ്ട്. ഹിന്ദിയിൽ നിന്ന് അക്ഷയ് കുമാറും. തെലുങ്ക് നടൻ വിഷ്ണു മഞ്ജു ആണ് മെയിൻ നടൻ. ടീസറിനേക്കാൾ ഭേദമായിരുന്നു ട്രെയിലർ എന്നാണ് പുറത്തു വരുന്ന കമന്റുകൾ. സീരിയൽ പോലെ സിനിമ എടുത്തു വെച്ചേക്കുന്നു എന്നാണ് പ്രധാനമായും ഈ സിനിമയ്ക്ക് വന്ന വിമർശനം. കായംകുളം കൊച്ചുണ്ണിയെ പോലെ ഗസ്റ്റ് റോൾ ആണെങ്കിലും അങ്ങേരത് വേണ്ട പോലെ ചെയ്തേക്കുമെന്നാണ് മറ്റൊരു മോഹൻലാൽ ആരാധകന്റെ കമന്റ്. കൊച്ചിയിൽ വെച്ചായിരുന്നു സിനിമയുടെ ട്രെയിലർ ലോഞ്ച് നടന്നത്. ഈ മാസം 27-നാണ് സിനിമ തിയേറ്ററിൽ എത്തുന്നത്. ഭക്തിക്കൊപ്പം മാസും ആക്ഷനും നിറച്ചാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിൽ അഭിനയിക്കാൻ മോഹൻലാലും പ്രഭാസും ഒന്നും പൈസ വാങ്ങിയില്ലെന്നാണ് ഏറ്റവും വലിയ കാര്യം. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ഇങ്ങനെ ഒരു സിനിമ തന്നെ ഒരുങ്ങുന്നത്. ദൈവമില്ലെന്ന് പറഞ്ഞവനിൽ നിന്ന് ശിവഭക്തനായി മാറുന്ന ഒരാളുടെ കഥയാണ് സിനിമ പറയുന്നത്. അക്ഷയ് കുമാർ ശിവനായും മോഹൻലാൽ കിരാതനായുമാണ് വേഷമിടുന്നത്. രുദ്ര എന്ന കഥാപാത്രമായി പ്രഭാസും എത്തുന്നുണ്ട്. ഒരുപാട് വർഷത്തെ പ്ലാനിങ്ങിന് ശേഷമാണ് ഈ കണ്ണപ്പ എന്ന സിനിമ എത്തുന്നത്. ന്യൂസിലാൻഡ് എന്ന് പറയുന്ന മനോഹരമായ സ്ഥലത്താണ് ഇതിന്റെ ഭൂരിഭാഗം ഷൂട്ടും നടന്നിരിക്കുന്നത്. ഒരുപാട് ആളുകളെ ഇവിടുന്ന് കൊണ്ടുപോയി 3 പ്രാവശ്യമൊക്കെ ഷൂട്ട് ചെയ്തിട്ടാണ് സിനിമ പൂർത്തിയായിരിക്കുന്നത്. അത്ര കഷ്ടപ്പെട്ടാണ് സിനിമ എടുത്തതെന്ന് പിന്നീട് അത് മൊഴിമാറ്റം ചെയ്യുകയായിരുന്നു മോഹൻലാൽ തന്നെ പറയുന്നുണ്ട്. 150 മുതൽ 200 കോടി വരെ വരും കണ്ണപ്പയുടെ ബഡ്ജറ്റ്. ഇത്രയും ബഡ്ജറ്റിലൊക്കെ ഒരുക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് സിനിമ കണ്ടു തന്നെ അറിയണം. തെലുങ്കിലും തമിഴിലും മലയാളത്തിലും കന്നഡയിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും അങ്ങനെ തുടങ്ങി 6ഓളം ഭാഷകളിലായിട്ടാണ് ചിത്രം വേൾഡ് വൈഡ് റിലീസിന് എത്തുന്നത്. ഒരു പാൻ ഇന്ത്യൻ സിനിമ ആയിട്ടാണ് ഇറക്കാൻ പ്രധാനമായും ഇവർ ഉദ്ദേശിക്കുന്നത്. ചിത്രത്തിൽ കേരളത്തിന്റെ വിതരണം നിർവഹിക്കുന്നതോ ആശീർവാദ് സിനിമാസും. ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ മുകേഷ് കുമാർ സിംഗിന്റെ തെലുങ്കിലെ അരങ്ങേറ്റ ചിത്രം കൂടിയാണ് കണ്ണപ്പ. എന്തായാലും സിനിമ കണ്ടു തന്നെ അറിയണം എങ്ങനെയുണ്ടെന്ന്.